ഹലോ, എസ്ര ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ അപ്ഡേറ്റ്സ് ആയിട്ടാണ്. നമ്മുടെ കോട്ടൺ ചെക്കോട്ടയിൽ സിൽക്കി കോട്ടയിലുള്ള പുതിയ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ഡേഷൻ വീഡിയോ കുറച്ച് നാളായിട്ട് കാണിക്കുന്നില്ലായിരുന്നു. നമുക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫോട്ടോസ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് നമ്മൾ മിസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഓരോ ഷെയ്ഡ്സ് വീതം കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. ബേബി പിങ്ക് ഷെയ്ഡ് നമുക്ക് മിക്കവാറും അവൈലബിൾ ആവാറുള്ള ഷെയ്ഡാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ചില മെറ്റീരിയലൊക്കെ നമുക്ക് 6.5 മീറ്റർ ഒരുമിച്ചാണ്, ചിലതിൽ നമുക്ക് 5.5 മീറ്റർ സാരിയും 1 മീറ്റർ ബ്ലൗസും കട്ട് ചെയ്താണ് വരുന്നത്. അപ്പം നമുക്ക് എല്ലാ ഷെയ്ഡ്സും അങ്ങനെ 6.5 മീറ്റർ ആയിട്ട് തരാനായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് നമുക്ക് എല്ലാത്തിലും ഒന്നും പോസിബിൾ ആവാറില്ല. ഇതിപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ബ്ലൗസ് കട്ട് ചെയ്ത് 5.5 മീറ്റർ ആണ്. ഇത് 5.5 മീറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. 5.5 മീറ്റർ ആയിട്ട് 575 പ്ലസ് ഷിപ്പിങ്ങും, 6.5 മീറ്റർ അതായത് ബ്ലൗസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 675 പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മുടെ റേറ്റ്. നമ്മുടെ ഫസ്റ്റ് കളർ ഇത് ബേബി പിങ്ക് ആണ്. നെക്സ്റ്റ് നമ്മുടെ ഷെയ്ഡ് വരുന്നത് പിങ്കിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡ് വരുന്നത്. ഞാൻ ഒരുമിച്ച് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടി നമ്മൾ ഫോട്ടോസൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പം ഇതൊക്കെ വലിയ വ്യത്യാസങ്ങൾ തോന്നാതിരിക്കും. ഇത് ശരിക്കും ടൊമാറ്റോ പിങ്ക് എന്ന് പറയുന്ന ഒരു പിങ്കാണ്. പിങ്കിൻ്റെ കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ്. ഈ ഷെയ്ഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി ഓർഡേഴ്സ് വരുന്നതാണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് പോലെയാണ് വന്നിരിക്കുന്നത്. ഈ സെയിം കളറിൽ തന്നെ ചിലപ്പോൾ നമുക്ക് 6.5 മീറ്റർ ആയിട്ടും വരാറുണ്ട്. മീൻസ് നമുക്ക് ഒന്നി കൂടുതൽ മീൻസ് നമ്മൾ ഒരു കളർ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10-20 പീസോളം അവൈലബിൾ ആവാറുണ്ട്. അപ്പോൾ ആ ഒരു ഷെയ്ഡിൽ തന്നെ ചിലപ്പം ചില പീസസ് നമുക്ക് ഇതുപോലെ 6.5 മീറ്റർ ആയിട്ട് കിട്ടും, ചില പീസസ് നമുക്ക് 5.5+1 കിട്ടുന്നത്. ഇനി നമുക്ക് കുറേ നാളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിരുന്ന ഒരു ഷെയ്ഡായിരുന്നു നമ്മളൊരു മഡ് ഷെയ്ഡ്, ചോക്ലേറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ബ്രൗണിൻ്റെ ഒരു ടിൻ്റുള്ളൊരു ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡാണ്. ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് കുറേ നാളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരുന്നിട്ട് വീണ്ടും റീസ്റ്റോക്കായി വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന് റേറ്റ് എല്ലാം കോട്ടൺ ചെക്കോട്ടയുടെ റേറ്റ് എല്ലാം സെയിം ആണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ ലെമണല്ലോ ഷെയ്ഡ്. ലെമണല്ലോ ഷെയ്ഡ് ഈ പറഞ്ഞ പോലെ നമുക്ക് ക്യാമറയിലും ഫോട്ടോയിലും എടുക്കുമ്പോൾ എപ്പോഴും ആ ഒരു ക്ലാരിറ്റി വരാത്തൊരു കളറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കോട്ടൺ ചെക്കോട്ടയിൽ യെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്, ഈ ഒരൊറ്റ ഷെയ്ഡ് മാത്രമുള്ളൂ, ഈ ഒരു ലെമണല്ലോ ഷെയ്ഡ് മാത്രമുള്ള യെല്ലോ ടിൻറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഉപയോഗിച്ചവർക്കോ ഒരിക്കലും വാങ്ങിച്ചവർക്കോ ഒക്കെ അറിയാം. നമുക്ക് യെല്ലോ ഷെയ്ഡ് കോട്ടൺ ചെക്കോട്ടയിൽ ഈ ഒരൊറ്റ ഷെയ്ഡിൽ മാത്രമേ അവൈലബിൾ ആവാറുള്ളൂ. ഇതിൻ്റെ ബ്രൈറ്റർ യെല്ലോയും ഇല്ല, ഇതിൻ്റെ ലൈറ്റ് യെല്ലോയും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കോട്ടൺ ചെക്കോട്ടയുടെ എല്ലാ മെറ്റീരിയലും ഡൈ ചെയ്താണ് വരുന്നത്. അതായത് നമുക്ക് വൈറ്റ് ആണ് എപ്പോഴും മില്ലിൽ നമുക്ക് വരുന്നത്, അത് കഴിഞ്ഞിട്ട് ഡൈ ചെയ്ത ഇതിൽ ഓരോ കളർ ആക്കുന്നത്. അപ്പോൾ ഈ ഡൈ ചെയ്യുന്നതിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം കൊണ്ട് ഓരോ പ്രാവശ്യത്തെ സ്റ്റോക്ക് വരുമ്പം ചെറിയ ചെറിയ കളർ വേരിയേഷൻസ് ഓരോ കളേഴ്സിനും വരാറുണ്ട്. എന്നല്ലാണ്ട് ഈ ലൈറ്റ് യെല്ലോ, ഡാർക്ക് യെല്ലോ അങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡ് വരാറില്ല. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റെഡ് ഷെയ്ഡാണ്. റെഡും ഈ പറഞ്ഞ പോലെ നമുക്ക് മിക്കവാറും എന്ന് പറഞ്ഞ പോലെ സ്റ്റോക്കിൽ വരാറുള്ള കളറാണ്. ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്നൊരു ഷെയ്ഡുമാണ് റെഡ് ഷെയ്ഡ്. റെഡ് നമുക്കിപ്പോൾ ഒത്തിരി സെയിൽ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ നമ്മൾ എടുത്ത് കൊണ്ട് വെക്കുമ്പോൾ തന്നെ റെഡ് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന പോലെ റെഡ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മെറൂൺ ഷെയ്ഡ്. മെറൂൺ ഷെയ്ഡും ഈ പറഞ്ഞ പോലെ റെഡിൻ്റെ അത്രയും ബ്രൈറ്റർ ഷെയ്ഡ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ഓഫ് ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. അതായത് ഡാർക്കർ ഷെയ്ഡ്സ് വരും. അതായത് നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കോംപ്ലക്ഷന് കുറച്ചുകൂടെ ഹൈലൈറ്റ് കിട്ടുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് മെറൂണ്. അപ്പം അങ്ങനെ മെറൂൺ ചൂസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പൗഡർ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ്. ഈ ഷെയ്ഡ് ഈ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഡാർക്കർ ബ്ലൂ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ വർക്ക് ചെയ്തുമൊക്കെ ഈ ബ്ലൂ സാരി ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഒത്തിരി ഒരു ഡാർക്ക് ബ്ലൂ, റോയൽ ബ്ലൂ ഷെയ്ഡിലോട്ട് പോകുന്ന ബ്ലൂ അല്ല, കോട്ടൺ ചെക്കോട്ടയിൽ വരുന്ന ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് എന്നേ ഉള്ളൂ. പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് എന്ന് പറഞ്ഞതും ബ്ലൗസായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സ്കൈ ബ്ലൂ നമുക്ക് ഈ പറഞ്ഞത് 2-3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിരുന്നു. അതായത് കുറച്ചൊരു ലൈറ്റർ ആയിട്ടുള്ളൊരു സൾഫേറ്റ് ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബ്ലൂ വരുന്നത് പോലെ, അതുപോലെ ഇതിന് ഇച്ചിരി ഡാർക്കർ ആയിട്ടുള്ള സ്കൈ ബ്ലൂ വരുന്നത് പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഡാർക്കർ സ്കൈ ബ്ലൂ നമുക്കില്ല. ഇപ്പം നമുക്ക് ഈ ഒരു ലൈറ്റ് വേർഷനാണ് സ്കൈ ബ്ലൂ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഈ പറഞ്ഞ പോലെ 6.5 മീറ്റർ ആയിട്ടുള്ളൊരു സാരി ആയിട്ടാണ്. ഈ പറഞ്ഞ പോലെ അങ്ങനെ 6 മീറ്റർ ആയിട്ട് സാരി വേണമെന്നൊക്കെ ഉള്ളവർക്ക് അത് നമ്മൾ ഇത് 6.5 കൊടുക്കുന്നില്ല, 6.5 ആയിട്ട് തന്നെ കൊടുക്കത്തുള്ളൂ. കാരണം മുറിച്ചാൽ ഒന്നെങ്കിൽ നമ്മളിത് 5.5+1 കൊടുക്കും, അല്ലെങ്കിൽ 6.5 കൊടുക്കും, അങ്ങനെ കൊടുക്കത്തുള്ളൂ. 6 മീറ്റർ ആയിട്ട് നമ്മളിത് മുറിച്ചാൽ 1/2 മീറ്റർ നമ്മുടെ വേസ്റ്റേജ് ആയി പോകും. നമ്മൾ അതുകൊണ്ട് അങ്ങനെ ഈ മുറിച്ച് സാരി കൊടുക്കാറില്ല, 6 മീറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കാറില്ല. 6 മീറ്റർ ആയിട്ട് നമുക്ക് ഓർഡർ വരുവാണെങ്കിൽ അത് നമുക്ക് 10 ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്ന പോലെ നമ്മൾ വരുത്തി കൊടുക്കാറുണ്ട്. എല്ലാ ഷെയ്ഡ്സിലും അവൈലബിൾ അല്ല, ചില ഷെയ്ഡ്സിൽ എസ്പെഷ്യലി വൈറ്റിലൊക്കെ നമുക്ക് പോസിബിൾ ആകും. 6 മീറ്റർ ആയിട്ടുള്ള സാരീസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മുടെ അക്വ ഗ്രീൻ കളർ. അക്വ ഗ്രീനും സ്കൈ ബ്ലൂവും
കണ്ടോ? അതുകൊണ്ട് ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ഇല്ല. പക്ഷെ ഇതൊരു ഗ്രീനിഷ് ബ്ലൂ ആ ഒരു ഷെയ്ഡ്, അക്വാ ഗ്രീൻ, അക്വാ ബ്ലൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഇതും നല്ല ഒത്തിരി മൂവ്മെൻ്റ് ഉള്ളൊരു ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ ഒലിവ് ഗ്രീൻ ഷെയ്ഡ്. ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ഇതൊരു യെല്ലോയിഷ് ടിൻ്റ് ഉള്ള ഒരു ഗ്രീനാണ് ഈ ഒലിവ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ചെക്കോട്ടയിലെ ഒലിവ് ഗ്രീൻ. ശരിക്കും ഒരു ഇലയുടെയൊക്കെ ഒരു പയറ് പച്ച എന്നൊക്കെ പറയാൻ പറ്റും. ഒരു ഭയങ്കര ഒരു ഗ്രീനിഷ് ഷെയ്ഡല്ല, ഒരു യെല്ലോയിഷ് ടിൻ്റുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒലിവ് ഗ്രീൻ എന്നുള്ള ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു ഗ്രീൻ കിട്ടുന്നത്. ഇത് പറഞ്ഞ പോലെ നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു ഷെയ്ഡാണ്. നമ്മളും വർക്ക് ചെയ്ത് ഈ സാരി ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ നാൾ കൂടി വീണ്ടും റീസ്റ്റോക്കായി വന്നിരിക്കുന്ന നമ്മുടെ പച്ച കളർ പിസ്ത ഗ്രീൻ, അതായത് നമ്മുടെ ഡാർക്ക് പിസ്ത ഗ്രീൻ ആയിരുന്നു നമുക്ക് ഇത്രയും നാളുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഡാർക്ക് പിസ്ത ഗ്രീൻ സ്റ്റോക്ക് ഔട്ടായിട്ട് പകരം നമുക്ക് നമ്മുടെ പഴയ പിസ്ത ഗ്രീനാണ് വീണ്ടും വന്നിരിക്കുന്നത്. നമ്മുടെ തുടക്കത്തിലെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കളർ. ഈ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ക്രോസ് സ്റ്റിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് ഇത് ഗ്രീൻ ആണോ യെല്ലോ ആണോ എന്നൊക്കെ ഡൗട്ട് വരുന്നുണ്ടോ? ലെമൺ യെല്ലോയും ഗ്രീനും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിൽ പോലും ഫോട്ടോ കാണുമ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് ശരിക്കും ഗ്രീൻ ആണോ ലൈം കളറാണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞ് വരുന്ന ലൈറ്റ് ഷെയ്ഡാണിത്. ഇത് ശരിക്കും യെല്ലോയുടെ ഒരു ടിൻറ്റും ഈ കളറിലില്ല, പക്ഷേ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. നമ്മുടെ ഒരു ലെമൺ ഷെയ്ഡ് എന്നൊക്കെ വേണേൽ പറയാം. ലൈമിൻ്റെ ഒരു നമ്മൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ നാരങ്ങ ഒരു പഴുത്ത് വരുന്ന ഒരു സ്റ്റേജിൽ ആ പച്ച കളറിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജ് കളറാണ്. പക്ഷേ ഇതിന് മഞ്ഞയുടേതായ ഒരു ടിൻറ്റും ഇല്ല. ലൈറ്റ് ഇളം പച്ച, അതായത് നമ്മുടെ തളിരിലയിലൊക്കെ പോലത്തെ ഇളം പച്ച കളറാണ് പിസ്ത ഗ്രീൻ എന്നാണ് നമ്മൾ പറഞ്ഞ പോലെ ഷെയ്ഡിന് നമ്മൾ പറയുന്നത്. കറക്റ്റ് പിസ്ത ഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. കുറച്ചും കൂടെ പിസ്ത ഗ്രീൻ എന്ന് കറക്റ്റ് പറയാവുന്ന, പക്ഷേ ഇത് ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഈ പറഞ്ഞ പോലെ ഇത് ഫോട്ടോസിൽ നല്ല വ്യത്യാസം വരുവേ. നമ്മൾ ഫോട്ടോയിൽ നേരത്തെ ഫോട്ടോ ആയിട്ടും വീഡിയോയിലായിട്ടും ഒക്കെ കാണുമ്പം രണ്ടും രണ്ട് കളറായിട്ട് തോന്നിയിട്ട് ആൾക്കാർ ഓർഡർ പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും ഇത് ആ കളറല്ല പഴയ കളറല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഷെയ്ഡ്സാണ് വരുന്നത്, ഡാർക്ക് പിസ്ത ഗ്രീനും ലൈറ്റ് പിസ്ത ഗ്രീനും. ഈ ഒരു ഗ്രീൻ നമുക്ക് വേറെ ഇപ്പം ഞാൻ നേരത്തെ യെല്ലോയുടെ കാര്യം പറഞ്ഞ പോലെ ഗ്രീനിൽ നമുക്ക് 4 ഷെയ്ഡ്സ് അവൈലബിൾ ആകുന്നു. ഇന്ന് ഈ പിസ്ത ഗ്രീൻ, ഒന്ന് ഡാർക്ക് പിസ്ത ഗ്രീൻ, ഒന്ന് നമുക്ക് ഈ ഒരു ഒലിവ് ഗ്രീൻ വരും. പിന്നെ നമുക്കൊരു ഡാർക്ക് ഗ്രീൻ വരാറുണ്ട്. നമ്മുടെ ഒരു മൈലാഞ്ചി പച്ച എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പച്ച വരാറുണ്ട്. അങ്ങനെ 4 ഷെയ്ഡ്സ് നമുക്ക് പച്ചയിലാകെ വരാറുള്ളൂ. ഇതിൻ്റെ തൊട്ട് ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമുള്ള പിസ്ത ഗ്രീൻ അല്ല. ഇത് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി കയ്യിലില്ല. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ റിബൺ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന വർക്കൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു ഗ്രീനാണ്. ആ ഗ്രീൻ കളറാണ്. മറ്റേ 2 ഗ്രീൻ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയി. 2 ഗ്രീനേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ചിക്കു ഷെയ്ഡും ഈ പറഞ്ഞ പോലെ ഒരു നോർമലായിട്ട് ഒത്തിരി മൂവ്മെൻ്റ് ഉള്ളൊരു കളറാണ്. ഒത്തിരി ആൾക്കാർ ചൂസ് ചെയ്യുന്ന കളറാണ്. ഒന്നാമത്തെ കാര്യം ഇത് വൈറ്റും ഓഫ് വൈറ്റിനേക്കാളും ഒക്കെ കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പറ്റുകയും ചെയ്യും. എന്നാൽ ഈ വൈറ്റിനും ഡാർക്ക് വൈറ്റിനും ഓഫ് വൈറ്റിനും ഒക്കെ പകരമായിട്ട് ചേർച്ച് വെയർ ആയിട്ടും അങ്ങനെ ലൈറ്റ് കളർ സാരീസ് വേണ്ട ഫംഗ്ഷൻ കൊടുക്കാനും പറ്റും. അങ്ങനെ എല്ലാ ഇതിനും പോകുന്നത് കൊണ്ട് ഈ ഒരു ചിക്കു ഷെയ്ഡ് എന്ന് പറയുന്നത് ഐവറി ഷെയ്ഡായിട്ടും ഒക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ചിക്കു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഐവറി എന്നൊക്കെ പറയുന്ന ആ ഒരു സെയിം ഷെയ്ഡാണ് ചിക്കു ഷെയ്ഡ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ വൈറ്റും ഓഫ് വൈറ്റും ആണ്. ഓഫ് വൈറ്റും നമുക്ക് കുറേ നാളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരുന്നിട്ട് വീണ്ടും വന്നാണ്. ഓഫ് വൈറ്റും ഉണ്ട്, പ്യുവർ വൈറ്റും ഉണ്ട്. രണ്ടും ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ഇത് നമ്മുടെ ഓഫ് വൈറ്റ് ഷെയ്ഡും ഇത് നമ്മുടെ വൈറ്റ് കളറുമാണ്. രണ്ടും നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട് കറൻ്റ്ലി. വൈറ്റ് ഇപ്പം ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്നുണ്ട്. വൈറ്റ് നമുക്ക് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഓഫ് വൈറ്റും നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോക്ക്. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുമോ എന്ന് നമുക്കറിയത്തില്ല. കാരണം വെച്ചാൽ ചില ഷെയ്ഡ്സൊക്കെ ഇപ്പം യൂണിഫോം പർപ്പസിനൊക്കെ ഒത്തിരി പോകുന്ന കാരണം പെട്ടെന്ന് തന്നെയാണ് കളേഴ്സ് വരുന്നതും അത് സ്റ്റോക്ക് ഔട്ട് ആവുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിസ്പാച്ച് പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ പറ്റും. ഇത്രയും കളേഴ്സ് നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സിൽക്കി കോട്ടയിലെ അവൈലബിൾ ഷെയ്ഡ്സ് ആണ്. ഫസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ളത്. ബ്ലാക്കും വൈറ്റും നമുക്ക് സിൽക്കി കോട്ടയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന 2 ഷെയ്ഡ്. ബ്ലാക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ബ്ലാക്ക് നമുക്ക് എപ്പോഴും തന്നെ അങ്ങനെ ഒത്തിരി നേരത്തേനൊന്നും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാത്ത ഷെയ്ഡല്ല ബ്ലാക്കും വൈറ്റും. രണ്ടും നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട്. വൈറ്റ് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് സിൽക്കി കോട്ടയിലാണെങ്കിലും കോട്ടൺ ചെക്കോട്ടയിലാണെങ്കിലും വൈറ്റ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. പിന്നെ കോട്ടൺ ചെക്കോട്ടയിലെയും സിൽക്കി കോട്ടയിലെയും വൈറ്റ് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കോട്ടൺ ചെക്കോട്ടയിലെ വൈറ്റ് വരുമ്പോൾ കുറച്ചുകൂടെ പ്യുവർ വൈറ്റ് ആണ്. സിൽക്കി കോട്ടയിൽ വരുമ്പം ചെറിയൊരു മിൽക്കി വൈറ്റ് ഷെയ്ഡാണ് നമുക്ക് വരുന്നത്. അത്രയും പ്യുവർ ആയിട്ടുള്ള വൈറ്റിൽ ഒരു ചെറിയൊരു ക്രീമിൻ്റെ ഭയങ്കര ക്രീം എന്ന് പറയാൻ പറ്റില്ല, ചെറിയ മിൽക്കി വൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റ് സിൽക്കി കോട്ടയിൽ എപ്പോഴും വരുന്നത്.
നെക്സ്റ്റ് നമുക്ക് സിൽക്കി കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ലാവൻഡർ ഷെയ്ഡാണ്. ഈ 2 ഷെയ്ഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നൊരു ഷെയ്ഡാണ് ലാവൻഡർ ഷെയ്ഡ്. ലാവൻഡർ നമുക്ക് കുറച്ച് സമയത്തേക്കിന് എപ്പോഴും അവൈലബിൾ ആയിട്ട് വരും, പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്കിന് വരാതാവും. അങ്ങനെ ഒരു ഗ്യാപ്പിട്ട് നമുക്ക് സ്റ്റോക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇപ്പം നമുക്ക് സിൽക്കി കോട്ട ലാവൻഡർ ഷെയ്ഡ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് കുറേ ടൈമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇതൊരു നല്ല ഗ്രീൻ ഷെയ്ഡാണ്, ഒരു നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ഞാൻ നേരത്തെ ഒത്തിരി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു വാഴക്കൂമ്പിൻ്റെ ഒക്കെ പോലത്തെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. നമ്മുടെ ചെക്കോട്ടയിൽ നമ്മൾ പിസ്ത ഗ്രീൻ കാണിച്ചിട്ട് അതിൻ്റെയും കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ളൊരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. അതുപോലെ നമുക്ക് ഒരു ഗ്രേ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഗ്രേ ഷെയ്ഡ് ഈ പറഞ്ഞ പോലെ സിൽക്കി കോട്ടയിൽ ഗ്രേ വരുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാ ഷെയ്ഡ്സും അങ്ങനെ തന്നെ കൂടുതലും വരാറ്. നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ്, ഗ്രേ ഒക്കെ നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ വരുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് വരുന്നത്. അതേസമയം സിൽക്കി കോട്ടയിൽ വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ സിൽക്കി കോട്ട എന്താ മെറ്റീരിയൽ എന്ന് ഒത്തിരി ആൾക്കാർ നമ്മൾ ചോദിക്കുന്നു. നമ്മുടെ എല്ലാ കോട്ടയും സിൽക്കി കോട്ടയാണെങ്കിലും കോട്ടൺ ചെക്കോട്ടയാണെങ്കിലും സിന്തറ്റിക് കോട്ടയാണെങ്കിലും ഒക്കെ എന്താ അതിൻ്റെ വ്യത്യാസം, എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ മെറ്റീരിയൽ എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് മീൻസ് അത് അറിയാനായിട്ട് താല്പര്യമുള്ളവർ, അതിൻ്റെ ഒരു ക്ലാരിറ്റി അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്താൽ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സിൽക്കി കോട്ട എന്ന് പറയുമ്പോൾ കോട്ടൺ ചെക്കോട്ടയെക്കാളും കുറച്ചും കൂടെ സീ ത്രൂ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. എന്നാൽ പശയൊന്നും മുക്കണ്ടാത്തൊരു മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ ഒരു ഓഫ് വൈറ്റ് ബേജ് ഷെയ്ഡ്. ഇപ്പം നമ്മൾ ചിക്കു കാണിച്ചതിനേക്കാളും ലൈറ്റ് ഷെയ്ഡ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാമെന്നാൽ നമ്മുടെ കോട്ടൺ ചെക്കോട്ടയുടെ ഓഫ് വൈറ്റിനേക്കാൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആട്ടോ. ബേജ് എന്ന് എക്സാക്ട്ലി പറയാവുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് നമുക്ക് ഈ ഒരു സിൽക്കി കോട്ടയിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സ് നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമുക്ക് സിൽക്കി കോട്ടയിൽ ഷെയ്ഡ്സ് പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് കൂടാതെ നമുക്കൊരു 5 ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യാവുന്ന ഷെയ്ഡ്സ് നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ 5 ഡേയ്സ് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് പറ്റുന്നതാണ് സിൽക്കി കോട്ടയിൽ. ഇപ്പോൾ നമ്മുടെ ഗ്രേപ്പ് കളറൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ നമുക്ക് എടുത്ത് വെച്ച് ചില പേപ്പറിന് പോലെ കിട്ടാറില്ല. പക്ഷേ നമ്മളൊരു 5 ഡേയ്സ് ഡിസ്പാച്ച് പറയുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആവാറുണ്ട്. അപ്പോൾ ഇത്രയും കാണിച്ച ഈ ഷെയ്ഡ്സാണ് നമുക്ക് കോട്ടൺ ചെക്കോട്ടയിലും സിൽക്കി കോട്ടയിലും കറൻ്റ്ലി റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഷെയ്ഡ്സ് വന്നുകൊണ്ടിരിക്കുക, അതായത് നമുക്ക് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സ് കൂടുമ്പോൾ പ്ലെയിൻ സാരീസ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷേ എല്ലാ 10 ഡേയ്സിലും ഈ അപ്ഡേഷൻ വീഡിയോസ് പിന്നെയും റിപ്പീറ്റഡ്ലി നമ്മൾ ഇടുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ അപ്പം നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്നുള്ളതും അതുപോലെ ഇനിയിപ്പം നെക്സ്റ്റ് ഒരു 5 ഡേയ്സിനുള്ളിലോ 6 ഡേയ്സിനുള്ളിലോ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇത്ര ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഡിസ്പാച്ച് മതിയെങ്കിൽ ആ കളേഴ്സ് നമുക്ക് ഒരു അഡ്വാൻസ് ഒരു പ്രീ ബുക്കിംഗ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ പ്ലെയിൻ സാരീസിൻ്റെ ഇതെടുക്കുന്നുണ്ട്, ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിൽ ഓർഗൻഡി സാരീസും സിന്തറ്റിക് കോട്ട സാരീസും നമ്മൾ സ്റ്റോക്കിൽ എടുത്ത് വെക്കാറില്ല. ഇതുപോലെ ഈ ഒരു സിൽക്കി കോട്ട കോട്ടൺ ചെക്കോട്ട മാത്രമേ നമ്മൾ റെഡി ടു ഡിസ്പാച്ചിന് ഇതുപോലെ എല്ലാ കളേഴ്സും ബൾക്കായിട്ട് എടുത്ത് വെക്കുന്നുള്ളൂ. ഓർഗൻഡി സാരീസും സിന്തറ്റിക് കോട്ട സാരീസും വേണ്ടവർ നമ്മുടെ അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്നുള്ളതിന് പിക്ചേഴ്സ് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ കളേഴ്സ് സെലക്ട് ചെയ്താൽ നമുക്കൊരു 10 ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് സ്റ്റോക്ക് എടുത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം നമുക്ക് സിന്തറ്റിക് കോട്ടയുടെ പ്രൈസ് വരുന്നത് 350 പ്ലസ് ഷിപ്പിങ്ങും അതുപോലെ ഓർഗൻഡി സാരീസിൻ്റെ പ്രൈസ് വരുന്നത് 895 പ്ലസ് ഷിപ്പിങ്ങുമാണ്. അപ്പം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ കയ്യിൽ റെഡി ടു ഡിസ്പാച്ച്ഡ് ആയിട്ട് സ്റ്റോക്കായിട്ട് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ക്രിസ്മസ് കളക്ഷനാണ് വരുന്നത്. നമ്മുടെ ഇത് വൈറ്റ് സാരീസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളക്ഷനൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുക. അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കി ഇടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.